യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 12th ചാപ്റ്ററായ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററിയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് അല്ലേ. അപ്പം എന്താണ്? ചരിത്രത്തിലെ ആധാരശിലകൾ എന്നൊക്കെ പറയട്ടോ. ഗിവൺ ബിലോ ഇസ് എൻ എക്സെപ്റ്റ് from a local history prepared by Anu in the local history writing competition. എന്താണ് അവിടെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ അനു തയ്യാറാക്കിയ എന്താണ് ലോക്കൽ ഹിസ്റ്ററിൻ്റെ ഒരു ഭാഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത് കേട്ടോ. എന്താണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ഹിസ്റ്ററിയിൽ അനു തയ്യാറാക്കിയ ഒരു ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു നോക്കാം. Vizhinjam is situated 15 km away from the south of the Tirunelveli city. Since the ancient times, this coastal region has great historical and commercial importance. It is mentioned in the Sangam literature that Vizhinjam was one of the most important centers of ancient Tamilagam. എന്താ ഇവിടെ പറയുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ സൗത്ത് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഏൻഷ്യൻ ടൈം മുതൽ, പ്രാചീന കാലം മുതൽക്ക് തന്നെ എന്താണ് ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള ഒരു കോസ്റ്റൽ റീജിയനാണ് ഇത്. പിന്നെന്താണ്? പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന വിഴിഞ്ഞം എന്ന് എന്താണ് ഈ എവിടെ പറയുന്നത്? ഏൻഷ്യൻ തമിഴകത്തിലെ ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഏൻഷ്യൻ തമിഴകത്തിലെ ഒരു പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞെന്ന് ഈ സംഘം ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ പറയുന്നുണ്ട്. ആസ് എ പോർട്ട് ആൻഡ് എ സെന്റർ ഓഫ് ട്രേഡ്, ദിസ് റീജിയൻ ഹോൾഡ്സ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസ് ഇൻ ദ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് South India. Stone inscriptions and other historic documents show that Vizhinjam was the center of a dynasty of South India during the 9th and 10th century. എന്താണ്? ഒരു പോർട്ടാണ് അല്ലേ ഇത്. ഈ പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഒരു തുറമുഖം അല്ലെ. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം എന്താണ്? ഒരു സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. CE 9-10 സെഞ്ചുറിയിൽ സൗത്ത് ഇന്ത്യയിലായ രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് എന്താണ് എല്ലാ മറ്റ് ചരിത്ര രേഖകളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. എന്താണ് പറയുന്നത്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലീല തിളക്കം അടൂർ കൃഷ്ണ പിഷാരടി ഹാസ് recorded that the A lineage migrated to Vizhinjam, leaving Aikudi. After being defeated by the Pandya kings, Vizhinjam has been referred to as a Vijayapuri by the Jain saint Udyodanasuri in his work. എന്താണ്? ഉദ്യോധനസുരി in his work. കുവലയമല. There is a reference to the fort at Vizhinjam in the inscription of the Pandya king നെടുഞ്ചേലിയൻ. എന്താണ് പറയുന്നത് നോക്കിയ? ഇവിടെ പറയുന്ന ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും എന്താണ് ഈ പ്രദേശം സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ സൗത്ത് ഇന്ത്യയിലായ രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നത് ഈ വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളും മറ്റ് ചരിത്ര രേഖകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണ പിഷാരടി, എന്താണ് ആറ്റൂർ അല്ലെ, ആറ്റൂർ കൃഷ്ണ പിഷാരടി ഹാസ് റെക്കോർഡഡ്. അദ്ദേഹം എന്താണ് പിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതമായ കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ എന്താണ് ഉദ്യോധനസൂരി എന്ന ജൈന മുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്നും പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസ്ത്രത്തിൽ ഇവിടുത്തെ കോട്ടയെ പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ ദ ഫോറിൻ ട്രാവലോഗ് ടൈറ്റിൽഡ് പെരിപ്ലസ് ഓഫ് ദ Eritrean Sea, it is stated that Vizhinjam was an important port and trade center right from the സംഘം പീരീഡ്. എന്താണ് ഇവിടെ പറയുന്നത്? സംഘം പീരീഡിൽ, സംഘം കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യ കൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡ്യൂറിംഗ് ദ എക്സ്കവേഷൻ conducted by the Department of Archaeology, University of Kerala, the remains of a fort situated in this area and the near
by places were found. The name Kottapuram is still there for a place near Vietnam. The remains of Chinese and Roman vessels, other artifacts and Roman coins have been discovered from here. These archaeological findings indicate its foreign trade relations in ancient times. എന്താ ഇവിടെ പറയുന്നത്? കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഈ ഉത്ഖനനങ്ങളെ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിന്റെ സൂചനകളായി നമുക്ക് കണക്കാക്കാം. The ancient cave temple that is situated here is a evidence for the antiquity of this place. We can find places of worship of different religions in this region where people of different communities live harmoniously. Vinyam, which was an ancient port, has now become an important harbor with modern facilities. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ഏൻഷ്യന്റ് കേവ് ഉണ്ട് അല്ലെ, ടെമ്പിൾ, ഏൻഷ്യന്റ് കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാചീന ഗുഹാക്ഷേത്രം. ഈ പ്രദേശത്തിന്റെ ഒരു ആന്റിക്വിറ്റി ഓഫ് ദിസ് പ്ലേസ്, എവിഡൻസ് ഫോർ ദ ആന്റിക്വിറ്റി ഓഫ് ദി പ്ലേസ് അല്ലെ. എന്താണ്? ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നുണ്ട്. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന ഈ വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താ ഇവിടെ പറയുന്നത് മക്കളെ? ഇവിടെ ഇതെന്താ വെച്ചാൽ അനു തയ്യാറാക്കിയ ഒരു ഹിസ്റ്ററിയാണ് അല്ലേ. എന്തിന്റെ ഹിസ്റ്ററിയാണ്? ഈ ഏൻഷ്യന്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അനു തയ്യാറാക്കിയ എന്തിനാ? ഒരു ലോക്കൽ ഹിസ്റ്ററിയാണ് അല്ലേ. അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ അനു തയ്യാറാക്കിയ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നിങ്ങളും അങ്ങനെ എന്താക്കുക, നിങ്ങളെ നാട്ടിൽ വരുന്ന എന്തെങ്കിലും ഒരു വെച്ചിട്ട് നിങ്ങൾക്കും എന്താക്കുക, നിങ്ങൾക്കും തയ്യാറാക്കുക കേട്ടോ. നോക്കൂ, ഹാവ് യു റീഡ് ദ റൈറ്റ് അപ്പ് ഓൺ ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൺ അബൌവ്? ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് റൈറ്റ് അപ്പ്? അപ്പോൾ ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്ന പ്രാദേശിക ചരിത്രക്കുറിപ്പ് വായിച്ചല്ലോ. ഈ കുറിപ്പ് തയ്യാറാക്കുന്ന എന്തെല്ലാം സോഴ്സുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താണ്? പുരാവസ്തു തെളിവുകൾ, ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ, പിന്നെ ലിറ്റററി വർക്ക്സ് എന്താ? സാഹിത്യ കൃതികൾ. പിന്നെ എന്തൊക്കെയാണ് നോക്കും, എന്തൊക്കെയാണ് ഇവര് ഈ എഴുതാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ സോഴ്സാണ് തെരഞ്ഞെടുത്തത്, ഉപയോഗപ്പെടുത്തിയതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാ? ഏൻഷ്യന്റ് കേവ് ടെമ്പിൾ അല്ലെ, ഓരോന്ന് പറയും ഇത് എടുത്തിട്ടുണ്ടാവാം അല്ലെ, ഏൻഷ്യന്റ് കേവ് ടെമ്പിൾ. പിന്നെ നമുക്ക് എന്താ ആ പ്രദേശത്തെ ഓൾഡ് ഏജ് ഇല്ലേ, വയസ്സായ ആളുകൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവും, മുതിർന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബുക്കുകളിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, അതിനൊക്കെ നമുക്ക് എന്താക്കാം, ഈ പോയിന്റ് നമുക്ക് അവിടുന്നൊക്കെ എന്തായിരിക്കും ഇവര് ഇത് എഴുതാൻ വേണ്ടിയുള്ള സോഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നോക്കൂ, ഹിസ്റ്ററി ഈസ് ദസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ evidence. Several pieces of evidence that are necessary for reconstructing history have been left behind in various forms by each period. The writing of history is the process of collecting these pieces of evidence for scientific analysis and documenting the past. എന്താ ഇവിടെ പറയുന്നത്? ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി നമ്മൾ പാസ്റ്റിലെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന ഒരു പഠനശാഖയാണ് എന്ത്? ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ്. ഈ എവിഡൻസിനെ അടിസ്ഥാനമാക്കി പാസ്റ്റിലുള്ള കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്ത്? ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഈ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. അവ സമാഹരിച്ച് എന്താണ്? ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നമ്മളെന്താ പാസ്റ്റിലെ കാലത്തെ രേഖപ്പെടുത്തുന്നതാണ് എന്ത്? നമ്മൾ ഈ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചിത്രരചന എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഒക്കെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് രേഖപ്പെടുത്തുന്നതാണ് എന്ത്? അനാലിസിസ്, സയന്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. അതാണ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസസ് ഓഫ് എവിഡൻസ് ഫോർ സയന്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. കണ്ടോ,
ഇതാണ് എന്ത് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഇതൊക്കെ സമാഹരിച്ചിട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അനാലിസിസ് ചെയ്ത് എന്താണ് പാസ്റ്റ് കാലത്തെ രേഖപ്പെടുത്തുന്നതാണ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു ഹാവ് ഡിസ്കസ്ഡ് ദ വാസ്റ്റ് മുഗൾ ആൻഡ് Vijayanagara empires and their rulers in medieval India. Unlike the history of such vast empires and kings, local history is the minute and comprehensive documentation of a small geographical region, a person or an event. എന്താ ഇവിടെ പറയുന്നത്? ഈ ഡിസ്കസ് നമുക്ക് എന്താ റൂളേഴ്സ് മിഡീവൽ ഇന്ത്യ അല്ലെ, മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് എന്ത് പറയുന്നത് ഇവിടെ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റേഷൻ ഓഫ് എ സ്മോൾ ജിയോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ എൻ ഇവന്റ്. അതാണ് ലോക്കൽ ഹിസ്റ്ററി. എന്താണ് ഈ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയാണ് കേട്ടോ. ഹിസ്റ്ററി നോക്കൂ, ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ എ കൺട്രി. എന്താണ് ഹിസ്റ്ററി പറയുന്നത്? വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭവങ്ങളുടെയോ ഹിസ്റ്ററി രേഖപ്പെടുത്തുകയാണ് അല്ലെ. ഇനി എന്താണ് ലോക്കൽ ഹിസ്റ്ററി? എന്താണ് എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട്സ് ഓർ ഇവന്റ്സ് അപ്പാർട്ട് ഫ്രം വേൾഡ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ്. എന്താണ് ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം അല്ലെ. എന്തൊക്കെയാണ്? സ്മോൾ റീജിയൻ, വേൾഡ് ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ് അല്ലെ. അതിൻ്റെയൊക്കെ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ സൂക്ഷ്മമായ ഒരു മൈന്യൂട്ട് ലെവലിലുള്ള ഒരു എൻക്വയറിയാണ് ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹിസ്റ്ററി എന്ന് നോക്കി, ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നുണ്ട് അല്ലെ. ഇനി ലോക്കൽ ഹിസ്റ്ററിയിലോ ലോക്കൽ ഫെസ്റ്റിവൽസ്, ക്യൂസിൻസ്, കസ്റ്റംസ്, ട്രഡീഷൻ ആൻഡ് ഓറൽ ട്രഡീഷൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. എന്താ ഇവിടെ പറയുന്നത്? അവിടുത്തെ ആഘോഷങ്ങൾ അല്ലെ, ഫെസ്റ്റിവൽസ്, ലോക്കൽ ഫെസ്റ്റിവൽസും അതുപോലെ ക്യൂസിൻസ്, രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളൊക്കെ ചരിത്രരചനയുടെ ഒരു ഭാഗമാകുകയാണ് ലോക്കൽ ഹിസ്റ്ററിയിൽ. ഞാൻ ഹിസ്റ്ററിയിൽ ആക്സസ് പാസ്റ്റ് ഇവന്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ്. പാസ്റ്റ് കാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ അല്ലെ, കൾച്ചർ, സൊസൈറ്റീസ് എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു ഹിസ്റ്ററിയിൽ. ഈ ലോക്കൽ ഹിസ്റ്ററിയിലോ ബൈ ഡെമോക്രറ്റൈസിംഗ് ഹിസ്റ്ററി, ഡ്യൂ റെപ്രസെന്റേഷൻ ഈസ് ഗിവൺ ടു റീജിയൻ പീപ്പിൾസ് ആൻഡ് ഇവന്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഹിസ്റ്ററി. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം അവിടെ നൽകുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇതൊക്കെയാണ് ഹിസ്റ്ററി ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി ചോദിച്ചാൽ ഇതാണ് ആൻസർ കേട്ടോ. ദെൻ നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഇനി സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്താണ്? ചരിത്രത്തിന്റെ ആ സോഴ്സ് എവിടെ നിന്നാണ് അല്ലെ. യു ഹാവ് സീൻ ദാറ്റ് ദ ഹിസ്റ്ററി ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ വേരിയസ് പീസസ് ഓഫ് എവിഡൻസ്. എനിത്തിങ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കോൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. Any object that is related to a particular period of time giving us valid information about that period is a source of writing history. എന്താണ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്? വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചരിത്ര രചന നിർവഹിക്കുന്നത് അല്ലെ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എവിഡൻസ് ഇൻഫർമേഷൻ റൈറ്റിംഗ് ഹിസ്റ്ററി അല്ലെ. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റൈറ്റിംഗ് ഹിസ്റ്ററി നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന ഈ റൈറ്റിംഗ് ഹിസ്റ്ററിക്കുള്ള സോഴ്സ് എന്ന് വിളിക്കുക അല്ലെ. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി ആണ് അല്ലെ. ഒരു സോഴ്സ് ആണ് അല്ലെ. ഏതൊരു വസ്തു ഒരു ചരിത്ര സ്രോതസ്സാണ് അല്ലെ. ചിത്രരചനയ്ക്ക് പ്രയോജനകരമായ പ്രധാന
സോഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദ മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററീൻ്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഹിസ്റ്റോറിക്കൽ സോഴ്സ് നോക്കുക, ചരിത്ര സ്രോതസ്സിൽ നോക്കിയാൽ എന്താണ്? ആർക്കിയോളജിക്കൽ റിമെയിൻസ്, മോണിമെന്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അല്ലേ? എന്തൊക്കെയാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസ് എന്ന് പറയുമ്പോൾ എന്താ? പുരാവസ്തുക്കൾ. മോണിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാരകങ്ങൾ. ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിത്യകൃതികൾ. ട്രാവലോഗ് എന്താണ്? സഞ്ചാരക്കുറിപ്പുകൾ ഉണ്ടാവും അല്ലേ? പിന്നെ ന്യൂസ് പേപ്പർ, പത്രങ്ങൾ. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് പറയുമ്പോൾ ഔദ്യോഗിക രേഖകൾ. ഇതൊക്കെയാണ് മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആർക്കിയോളജിക്കൽ സോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ വർ മെയ്ഡ്. ലെറ്റ് us get familiarized with some of them. എന്താണ് പറയുന്നത്? ഈ ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രം അല്ലേ? ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സോഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ വർ മെയ്ഡ്. എന്താണ്? പുരാവസ്തു ശാസ്ത്രപരമായ സോഴ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ നൽകുന്നവയാണ്. എന്താണ് ഈ പുരാവസ്തു ശാസ്ത്രപരമായ സോഴ്സുകൾ? അവ എന്താ? നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ട സോഴ്സുകളെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഏതൊക്കെ ആർക്കിയോളജിക്കൽ സോഴ്സ്? ലിത്തിക് മോണിമെന്റ്സ്, കേവ്സ്, ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ, പാലസ്, കോയിൻസ് അല്ലേ? എന്താണ് നമുക്ക് ഓരോന്നും? ലിത്തിക് മോണിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലാസ്മാരകങ്ങൾ അല്ലെ? കേവ്സ്, ഗുഹകൾ. ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയകാല എഴുത്തുകൾ അല്ലേ? പുരാലിഖിതങ്ങൾ എന്ന് പറയും അല്ലേ? പിന്നെ പാലസ്, കൊട്ടാരം. പിന്നെ കോയിൻസ്, നാണയങ്ങൾ അല്ലേ? ഇതൊക്കെയാണ് എന്ത്? ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ലിത്തിക് മോണിമെന്റ് എന്താണ്? ശിലാസ്മാരകങ്ങൾ. എവറി സ്റ്റോൺ ദാറ്റ് വി സീ അറൗണ്ട് us has a story to tell. Our ancestors have left here the remains of many monuments made of large stones. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിന് എന്താണ്? ഓരോ കഥ പറയാറുണ്ടാവും അല്ലേ? വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്താണ്? ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലേ? നമ്മളെ മുമ്പ് ജീവിച്ച ആൾക്കാരല്ലേ? നമ്മളുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കൂ. ഇതെന്തൊക്കെയാണ്? ഇതാണ് കുടക്കല്ല് എന്ന് പറയും കേട്ടോ. എന്താണ് ഇത്? കുടക്കല്ല്. ഇതെന്താണ്? ഇതാണ് തൊപ്പിക്കല്ല്. ഇതെന്താണ്? മുനിയറ അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മളെ ആൻസസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിയ ഓരോ ഇതാണ് അല്ലേ? These lithic monuments are historical remains found out from different parts of Kerala. As these were built with huge stones, they are known as a megalithic monuments. These monuments built by our ancestors tell a lot to us about ancient times. എന്താ ഇവിടെ പറയുന്നത്? കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ഒരു ചരിത്ര ശേഷിപ്പുകളാണ് ഈ കാണുന്ന ലിത്തിക് മോണിമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഈ സ്മാരകങ്ങൾ വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ എന്താണ്? ഗ്രേറ്റ് എന്താണ് പറയാ? വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചത് എന്താണ്? മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ മെഗാളിത്തിക് മോണിമെന്റ്സ് എന്താണ്? ദീസ് വെർ ബിൽട്ട് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ്. ദേ ആർ നോൺ ആസ് മെഗാളിത്തിക് മോണിമെന്റ്സ് അല്ലെ? വലിയ ഹ്യൂജ് സ്റ്റോൺസിനോട് നിർമ്മിക്കപ്പെട്ട എന്താണ്? മെഗാളിത്തിക് മോണിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ മോണിമെന്റ്സ് എന്താണ്? പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ. The remains of these lithic monuments were found at Marayur in Idukki district, Chiramanangad in Thrissur and Tavanur in Malappuram district. These were used to bury the mortal remains of our ancestors. അപ്പോൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് എന്താണ്? ഇതിനൊക്കെ ഈ കല്ലുകളൊക്കെ കാണിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എന്താണ്? ഇത്തരത്തിലുള്ള ഈ മോണിമെന്റ്സ് ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണിത് ഇവ ഉപയോഗിച്ചിരുന്നത്. നന്നങ്ങാടി അല്ലേ? ദീസ് വെർ യൂസ്ഡ് ടു ബറി ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആണ് ഇതൊക്കെ അല്ലേ? നോക്കൂ, എന്താ നന്നങ്ങാടി ആർ ലാർജ് ക്ലേ ഏർൺസ് യൂസ്ഡ് ഇൻ ദ മെഗാളിത്തിക് പീരീഡ് ഫോർ ബറിയിങ് ഡെഡ് ബോഡീസ്. ഇൻ ദിസ് ബിഗ് earthen jars mortal remains are buried and covered under soil. എന്താ അവിടെ പറയുന്നത്? ഈ മെഗാളിത്തിക് പീരീഡിൽ ഈ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ
കളിമൺ ഭരണികളാണ് എന്ത് നന്നങ്ങാടികൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത മണ്ണിനടിയിൽ മൂടുന്ന ഭരണികൾ ആണ് ഇവ അല്ലെ, ഭരണികളാണ് ഇവ അല്ലെ. എന്താണ് ഈ മെഗാലിത്തിക് പീരീഡില് ആ ടൈമിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണെന്ത് ഈ നന്നങ്ങാടി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത മണ്ണിനടിയിൽ മൂടുന്ന ഒരു ഭരണികൾ ആണ് ഇവ. ഓക്കെ, ഇതാണ് നന്നങ്ങാടി. Then caves. ഇനി എന്താ caves എന്ന് പറയുന്നത്? Caves throw light on the ancient history of Kerala. In these natural caves, pictures and inscriptions that refer to human life in the prehistoric period are inscribed. Some important caves are situated at Idakkal, Wayanad, Marayur, Idukki, Ankod, Thiruvananthapuram, and Tenmala and Kottakkal, Kollam. The Archaeological Survey of India (ASI) and the Department of Archaeology, Government of Kerala protect the historical important archaeological materials. എന്താ പറയുന്നത്? ഗുഹകളിലെ നമ്മളിവിടെ എന്താണ് വയനാട്ടിൽ ഉണ്ട്. വയനാട്ടിൽ ഏതാ ഉള്ളത്? ഇടക്കൽ ഗുഹ എന്ന് പറയൂല്ലേ. അതുപോലെ ഇടുക്കിയിൽ അതാ മറയൂര്, ഇതൊക്കെ അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി ഓഫ് കേരള എന്താണ് കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഈ കേവ്, ഗുഹകൾ എന്ന് പറയുന്നത് അല്ലേ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ എന്താണ് ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൽ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ. എടക്കൽ ഗുഹ ഏതാ വയനാട്ടിലുള്ള, മറയൂർ, ഇടുക്കി, ആങ്കോട്, തിരുവനന്തപുരം, തെന്മല, കോട്ടക്കൽ, കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വിഭാഗവുമാണ് അല്ലേ, വകുപ്പുമാണെന്ത് ഇത്തരം ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത്. ആരാ ചോദിച്ചാൽ ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി ഒരു വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയും ഗവൺമെന്റ് ഓഫ് കേരള ആണ് ഈ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ ഇടക്കൽ കേവും. Idakal cave is one of the important caves in Kerala used by our ancestors. It is located 10 km away from the Sultan Batheri in Wayanad district. The pictures, engravings inscribed on the walls of this cave give information about human beings in the Stone Age and their life. ഈ ഇടക്കൽ ഗുഹ എന്ന് പറയുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് അല്ലേ. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഏൻഷ്യൻ്റ് പീപ്പിൾസ് ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണെന്ത് ഈ ഇടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണെന്ത് ഇടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, ഇടക്കൽ ഗുഹയിൽ ദെൻ ancient inscription ആണ്. Inscriptions are messages or statement in the form of drawings or engraving on a surface. They are inscribed on different types of sources. എന്താ അവിടെ പറയുന്നത്? ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പുരാലിഖിതങ്ങൾ അല്ലേ. ഒരു പ്രതലത്തിൽ വരച്ചതോ അല്ലെങ്കിൽ കുത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണെന്ത് ഈ ലിഖിതങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു സ്ഥലത്ത് ഒരു പരന്ന സ്ഥലത്ത് വരച്ചതോ അല്ലെങ്കിൽ കുത്തിവെച്ചതോ ആയ ഒരു പ്രതലത്തിൽ വരച്ചതോ കുത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമാണ് എന്ത് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ ഈ ഇൻസ്ക്രിപ്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ദേ ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസിലാണ് എന്ത് ഇത് ഇൻസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. നോക്കൂ ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻ നോക്കൂ. മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും അല്ലേ, ലോഹ തകിടുകളിലുണ്ടാവും, സ്റ്റോൺസ് കല്ലുകളിൽ അല്ലേ അവിടെയും കൊത്തിവെച്ചിട്ടുണ്ടാവും. അതുപോലെ എന്താണ് പാം ലീവ്സ് അല്ലേ, ഓലകൾ, അതിലൊക്കെ എന്താണ് ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ പണ്ടുള്ള ആൾക്കാരെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അതിലാണ് അല്ലേ. ദെൻ എപ്പിഗ്രഫി. ഇതെന്താണ് എപ്പിഗ്രഫി? ലിഖിത പഠനം എന്താ നോക്കൂ. The study of inscriptions on stones, metal plates and palm leaves is called epigraphy. എന്താ എപ്പിഗ്രഫി പറഞ്ഞാൽ ഈ സ്റ്റോണ്, മെറ്റൽ പ്ലേറ്റ്സ്, പാം ലീവ്സ് തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണെന്ത് എപ്പിഗ്രഫി. ഓക്കെ, അതായത് ഇപ്പം മെറ്റൽ പ്ലേറ്റിലും പാം ലീവ്സിലും സ്റ്റോൺസിലും ഒക്കെ ഓരോരുത്തർ എഴുതി വെച്ചിട്ടില്ലേ, ഇൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ പഠനത്തിനെ പറയുന്ന പേരാണെന്ത് എപ്പിഗ്രഫി. ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ. പണ്ടുള്ള ആൾക്കാർ എഴുതി വെച്ചതിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുക, അതാണ് എപ്പിഗ്രഫി. ഓക്കെ, അതിനെക്കുറിച്ച് ആ മെറ്റൽ പ്ലേറ്റിലും പാം ലീവ്സിലും സ്റ്റോൺസിലൊക്കെ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണെന്ത് എപ്പിഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ ഇവിടെ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ, പ്രൊക്ലമേഷൻ ആണല്ലോ ഇവിടെ വരുന്നത്. നോക്കൂ, സെവറൽ സച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള.
തരിശപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ കൊല്ലം, ജെവിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി, പാലിയം copper plate Alappuzha are major inscriptions found in Kerala. The Kerala State Archives Department supervises the collection and the conservation of ancient inscriptions in Kerala. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. തരിസാപ്പള്ളി ലിഖിതം, അതുപോലെ എന്താണ് ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം പാലിയം കോപ്പർ പ്ലേറ്റ് ആലപ്പുഴ, പിന്നെന്താണ് എന്നിവ കേരളത്തിലെ പ്രധാന മേജർ ഇൻസ്ക്രിപ്ഷൻസ് ആണ് അല്ലേ. ഫൗണ്ടിങ് കേരളത്തിൽ കണ്ടെത്തിയ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. കേരളത്തിൽ അതുപോലെ ദ കേരള സ്റ്റേറ്റ് ആർച്ചീവ്സ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസസ് ദ കളക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ കേരള. കേരളത്തിൽ ഈ ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസിന്റെ ശേഖരണവും സംരക്ഷണവും ഒക്കെ കേരള ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ആണ് നിർവഹിക്കുന്നത് അല്ലേ. ഓക്കെ, അടുത്തത് ഇനി ഫോർട്ട്സ് ആൻഡ് പാലസസ്. ഫോർട്ട്സ് പറഞ്ഞാൽ കോട്ടകൾ അല്ലേ. പാലസസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ. ഫോർട്ട്സ് ദാറ്റ് ഫോർട്ട് പറഞ്ഞാൽ ഫോർട്ടും വ്യത്യാസമില്ലേ ഉണ്ട് അല്ലേ. ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട. ഫോർട്ട് പറഞ്ഞാൽ കപ്പലൊക്കെ അടുപ്പിക്കുന്ന പോർട്ട് ഉണ്ടല്ലോ അത് അല്ലേ. ഓക്കെ, അത് ഫോർട്ടാണ് കേട്ടോ. ഫോർട്ട് പറഞ്ഞാൽ കോട്ടയാണ് കേട്ടോ. ഓക്കെ, forts that were built for the security of the country, military purpose and trade can be used as sources for writing history. Forts give us information on the different phases of Kerala and its rulers. Bekal Fort, Kannur Fort, Palakkad Fort and Anjuthengu Fort are the major forts in Kerala. Are there similar forts in your locality? അപ്പോൾ രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സോഴ്സുകളായി നമുക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നുണ്ട് അല്ലേ. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ മേജർ ആയിട്ടുള്ള ഫോർട്സുകളാണ് അല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ഫോർട്സ് നിലവിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് ഫോർട്സ്, പാലസസ് ഓൾസോ ഹാവ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ദ നെയിംസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് പാലസസ് ഇൻ കേരള are given below. Expands the list by including the names of palaces you know. കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ അല്ലെ. പാലസ് കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കൊട്ടാരങ്ങളെ ഉൾപ്പെടുത്തി പട്ടിക വിപുലപ്പെടുത്തുക അല്ലെ. നിങ്ങൾക്ക് താഴെ എഴുതുക. നോക്കൂ, പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, പിന്നെ അറയ്ക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഏതൊക്കെ അറിയുന്നത്, നിങ്ങളുടെ നാട്ടിലുള്ള ഏതൊക്കെയുണ്ടോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേരളത്തിലുള്ള ഈ പാലസുകളാണ് അല്ലേ. പത്മനാഭപുരം പാലസൊക്കെ അല്ലേ. ഇത് നോക്കൂ, ബേക്കൽ ഫോർട്ട് എന്താന്ന് നോക്കിയേ ഇവിടെ കണ്ടോ. ബേക്കൽ ഫോർട്ട്, the biggest fort in Kerala, built in the 17th century, is situated in Pallikara village in Kasaragod district. There are armories, lattice windows that open to the sea, spaces to encounter the enemies who approach from the sea, secret cellars, hideout and water reservoirs in the fort. ബേക്കൽ കോട്ട 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട അല്ലെ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭം അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ ഈ കോട്ടയിലുണ്ട് അല്ലേ. ഓക്കെ, ഈ ബേക്കൽ കോട്ട കണ്ടവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബേക്കൽ കോട്ട പറഞ്ഞാൽ എവിടെയാണുള്ളത്? ആ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഈ കോട്ടയ്ക്കുള്ളിൽ എന്തൊക്കെയാണുള്ളത്? ആർമറീസ് അല്ലേ, ലാറ്റിസ് വിൻഡോസ്. ആർമറീസ് എന്ന് പറഞ്ഞാൽ ആയുധപ്പുരകളുണ്ട്, പിന്നെ ചെറിയ കിളിവാതിലുണ്ട്, കടൽ തോഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങളുണ്ട്, പിന്നെന്താ വരുന്നത് സീക്രട്ട് സെല്ലാസ് ഉണ്ട് അല്ലേ, രഹസ്യ ഭൂഗർഭ അറകളുണ്ട്, അതുപോലെ ഹൈഡ് ഔട്ട് അല്ലേ, ഒളിത്താവളങ്ങളുണ്ട്, പിന്നെ വാട്ടർ റിസർവോയേഴ്സ് ഇൻ ദ ഫോർട്ടിൽ ജലസംഭരണി എന്നിവയൊക്കെ ഈ ഫോർട്ടിലുണ്ട്. ഓക്കെ, ദെൻ ഈ കോയിൻസ് ആണ് കേട്ടോ. Coins are important sources of history. They give us information on the economic, political and cultural history of the period in which they were used. The study of coins is called ന്യൂമിസ്മാറ്റിക്സ്. എന്താ അവിടെ പറയുന്നത്? നാണയങ്ങളാണ് അല്ലേ. ഈ കോയിൻസ് പ്രധാന ചരിത്ര സോഴ്സുകളാണ് അല്ലേ. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ഈ എക്കണോമിക് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, കൾച്ചറായി
കൾച്ചറൽ ഹിസ്റ്ററിയൊക്കെ കുറിച്ചൊക്കെ എന്താണ് അവ നമുക്ക് അറിവ് നൽകുന്നുണ്ട് അല്ലേ. ഈ കോയിൻസിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താണ് പറയുന്നത്, എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും കേട്ടോ, നാണയശാസ്ത്രം എന്നാണ് പറയുന്നത്. ഓക്കെ, then the pictures of coins that were found from different parts of Kerala are given below. They are known under the names Kashu, Kachu, Panam, Anandarayan Panam and Sultan Kashu. What can we learn from these coins issued at different times? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് അല്ലേ, കോയിൻസിന്റെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ട്. വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വായിച്ചെടുക്കാൻ കഴിയുക? നമുക്ക് എന്താണ് അതിൽ വർഷം ഉണ്ടാവും അല്ലേ. എന്താണ് ദ പീരീഡ് ഇൻ വിച്ച് ദ കോയിൻ വാസ് മെയ്ഡ്, ഈ കോയിൻ നിർമ്മിക്കപ്പെട്ട ആ വർഷം കാലഘട്ടം ഉണ്ടാവും. ദ അതോറിറ്റീസ് ഹു മെയ്ഡ് ദ കോയിൻസ് ആൻഡ് റിലീസ് ദ, നാണയം പുറത്തിറക്കിയ ഭരണാധികാരികളെ കുറിച്ച് ഉണ്ടാവും ഇല്ലേ, അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, പലതും ഉണ്ടല്ലേ, ഒട്ടകാശ് എന്നൊക്കെ പറയുന്ന പണ്ട് ഉണ്ടായിരുന്നു അല്ലേ, അതൊക്കെയാണ് ഇത് കേട്ടോ. ദെൻ ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ, വീരരായൻ പണം. എന്താണ് വീരരായൻ പണം? വാസ് എ കോയിൻ ദാറ്റ് വാസ് പോപ്പുലർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ Zamorins of Calicut. There were coins named Old Veerarayan and New Veerarayan. These coins came into use from 1667 onwards. Foreigners called these coins Ponpanam, gold coin, as they were made of gold. The insignia Namakuri used by the Vaishnavites on their forehead, the sign of the lion, the sun, etc. can be seen on them. എന്താ വീരരായൻ പണം? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണിത്, ഈ വീരരായൻ പണം എന്ന് പറയുന്നത് കേട്ടോ. പഴയ വീരരായന്, പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ എന്താണ് കോയിൻസ് നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ എന്താണ് ഗോൾഡ് കോയിൻ, പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. ഈ വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമകുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ എന്താണ് ഇതിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് വീരരായൻ പണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്, ഏതായിരുന്നു? ആർക്കിയോളജിക്കൽ സോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ദിക് മോണിമെന്റ് എന്താ പഠിച്ചത്, കേവ്, ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ, പാലസ്, കോയിൻസ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ആർക്കിയോളജിക്കൽ സോഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചരിത്ര സ്മാരകങ്ങളാണ് അല്ലേ മോണിമെന്റ്സ്. നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദീസ് ആർ സോഴ്സസ് ദാറ്റ് ലീഡ് us to the economic and cultural history of a region. താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കുക. എന്താണ്? ഓരോ സ്ഥലത്തിൻ്റെയും സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സോഴ്സുകളാണ് ഇവ. എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് എ റീജിയൻ. ഓരോ പ്രദേശത്തിൻ്റെ, ഓരോ റീജിയൻ്റെയും എക്കണോമിക്കായിട്ടും കൾച്ചറൽ ഹിസ്റ്ററിനെയൊക്കെ സൂചിപ്പിക്കുന്ന, അതിലേക്ക് നയിക്കുന്ന ഈ സോഴ്സുകളാണ് ഇതൊക്കെ അല്ലേ. നോക്കൂ, ഇതെന്താണ്? തളി ടെമ്പിൾ അല്ലേ. എന്താണ്? തളി ക്ഷേത്രം എന്ന് പറയും. പിന്നെന്താണ്? മിസ്കാൽ മോസ്ക്, എന്താണ്? മിഷ്കാൽ പള്ളി. ദെൻ ഇതെന്താണ്? ദേവമാത കത്തീഡ്രൽ, എന്താണ് ഇവിടെ പറയുന്നത്? ദേവമാത കത്തീഡ്രൽ അല്ലേ. പിന്നെ ഇതെന്താണ് ഇവിടെ? സീ ബ്രിഡ്ജ്, എന്താണ്? കടൽ പാലം. These are the pictures of some historical monuments of Calicut. The famous scholastic assembly named Revadi Pattathanam during the reign of the Zamorin was conducted at the Tali temple. Mishkal Mosque was the major war sport of Zamorin against the Portuguese. The Devamada Cathedral, built in 1513, is a memorial of Portuguese presence. Sea bridges are proof of the trade relations that Calicut had with a ഫോറിൻ കൺട്രീസ്. ഇവിടെ എന്താ പറയുന്നത് മക്കളെ? കോഴിക്കോട്ടുള്ള ചില ഹിസ്റ്ററി അല്ലേ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ, കാണിച്ചിരിക്കുന്നത്.
പിന്നെന്താണ്, സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു എന്ത്, ഈ മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണെന്ത്, 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് ഹിസ്റ്റോറിക്കൽ കാലിക്കറ്റിലുള്ള കോഴിക്കോട് ഉള്ള ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിന്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ. ഒന്ന് രേവതി പട്ടത്താനം, എന്താണ്, സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്ന എവിടെയാണ്, ഈ തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അല്ലെ, തളി ടെമ്പിളിൽ വെച്ചായിരുന്നു. അതുപോലെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്ന ഈ മിഷ്കാൽ പള്ളി അല്ലെ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു ഈ മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണെന്ത്, ഈ 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ അല്ലെ. കടൽപ്പാലങ്ങളോ, നമ്മളിപ്പോഴും പോയാൽ കാണാൻ പറ്റൂല. കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾ പോയി നോക്കുക അല്ലെ. അവിടെ എന്താണ്, അവിടെ ആ കടൽപ്പാലങ്ങൾ അല്ലെ, നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവാണത് അല്ലെ. ഇതൊക്കെ നമ്മളിപ്പോഴും പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലെ. സീ ബ്രിഡ്ജ് ആണെങ്കിലും ഇതൊക്കെ അല്ലെ. ഓക്കെ. Thus we can see several monuments all over Kerala. Each of such monuments will tell us the history of the past. ഇങ്ങനെ കേരളത്തിലുടനീളം എന്താണ് ധാരാളം സ്മാരകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ധാരാളം മോണുമെന്റ്സ് എന്താണ് നമുക്ക് പാസ്റ്റിലുള്ള ഇതൊക്കെ കാണാൻ നമുക്ക് കഴിയുന്നതാണ് അല്ലെ. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും എന്താണ് പാസ്റ്റിന്റെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അല്ലെ. ഓരോ മോണുമെന്റ്സും എന്താണ്, ഓരോ മോണുമെന്റ്സ് എന്താ ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ് അല്ലെ. പാസ്റ്റിന്റെ ചരിത്രം നമ്മളോട് പറയുകയാണ് അല്ലെ. ഇനി നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്, എന്താണ് ചരിത്ര സ്മാരകങ്ങൾ, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് അല്ലെ. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട് വേർ ദ ഫോളോയിങ് മോണുമെന്റ്സ് ആർ ലൊക്കേറ്റഡ്. എന്താണ്, ജില്ലകൾ കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇതേതാണ്, കരുമാടിക്കുട്ടൻ സ്മാരകം മെമ്മോറിയൽ അല്ലെ, കരുമാടിക്കുട്ടൻ മെമ്മോറിയൽ. അതുപോലെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് എ പുനലൂർ അല്ലെ, തൂക്കുപാലം. ഏതാണ് പറഞ്ഞത്, പുനലൂർ തൂക്കുപാലം അല്ലെ. പിന്നെ ഇതേതാണ് സിനാഗോഗ്. പിന്നെ ഇതെന്താണ്, ചന്ദ്രഗിരി ഫോർട്ട്. അതുപോലെ ഇതേതാണ്, വേഗൻ ട്രാജഡി മെമ്മോറിയൽ അല്ലെ, വേഗൻ ട്രാജഡി സ്മാരകം. അപ്പൊ ഇതിനൊക്കെ ഏത് ഡിസ്ട്രിക്റ്റിലാണിത്, കരുമാടിക്കുട്ടൻ എവിടെയാണ്, ദ ഡിസ്ട്രിക്ട് ഓഫ് ആലപ്പുഴ അല്ലെ. ഓക്കെ, ആലപ്പുഴയിലാണ്. കണ്ട ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഇതുണ്ട് അല്ലെ. ഇതാണ് കരുമാടിക്കുട്ടൻ മോണുമെന്റ്സ് അല്ലെ. കരുമാടിക്കുട്ടൻ കേരളത്തിലെ എവിടെയാ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ആലപ്പുഴ അല്ലെ. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്, ഇത് സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് പുനലൂർ തൂക്കുപാലം. എവിടെയാണത്, എവിടെയാണ് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ്? കൊല്ലം അല്ലെ, കേരള ടൂറിസത്തിൽ അല്ലെ. ഇതാണ് ചിത്രങ്ങൾ നോക്കൂ, കണ്ടോ, ഇതാണ് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് കൊല്ലം. ഓക്കെ. ദെൻ ഓക്കെ, സിനാനോഗ്സ് ഏതാണ്, എവിടെയാണ്, കൊച്ചിയിൽ അല്ലേ. നോക്കൂ, ഓക്കെ, ഇതാണ് എന്ത് സിനാനോഗ് അല്ലേ. കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഈ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് കൊച്ചിയിലാണ് കേട്ടോ. ഓക്കെ, കണ്ടോ, ഇതാണ് എവിടെയാണ്, കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ് വരുന്നത്. കണ്ടോ, ചന്ദ്രഗിരി ഫോർട്ട് കാസർഗോഡ്. അപ്പം പിക്ചേഴ്സാണ് അല്ലേ, ചന്ദ്രഗിരി ഫോർട്ട് കാസർഗോഡുള്ള. കണ്ടോ, ചന്ദ്രഗിരി ഫോർട്ട് കാസർഗോഡ് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താണ് ചോദിച്ചത്, ഓക്കെ, എവിടെയാണ്, മലപ്പുറം അല്ലേ. തിരൂറാണ് ലൊക്കേറ്റഡ് ഇൻ തിരൂർ ടൗൺ ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട്. ഓക്കെ, ഇതാണ് എന്ത് ഡ്രാഗൺ ട്രാജഡി മെമ്മോറിയൽ അല്ലേ. ഓക്കെ, ലിറ്റററി സോഴ്സസ് ആണ് ഇനി കേട്ടോ. എന്താണ്, സാഹിത്യ സോഴ്സുകൾ അല്ലേ. ലിറ്റററിയിലുള്ള സോഴ്സ്. ലിറ്റററി സോഴ്സ് ആർ വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. മെനി ലിറ്റററി വർക്ക്സ് വിത്ത് ഡിഫറെന്റ് തീംസ് ഹെൽപ്പ് us in the reconstruction of history.
എന്താണ് ലഭ്യമായ ഈ ലിറ്റററി സോഴ്സ് ഓഫ് വാസ് ആർ വൺ ഓഫ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയിൽ ലഭ്യമായ ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററീൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ആണ് അല്ലേ. മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ഏതാണ്? ഹിസ്റ്ററിയിൽ ഒന്നാണ് എന്ത് ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി എന്താണ് ലിറ്റററി വർക്ക്സുകൾ എന്താണ് ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ് അല്ലേ. എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് തീംസുകളുള്ള നിരവധി ലിറ്റററി വർക്ക്സ് എന്താണ് നമ്മുടെ ഹിസ്റ്ററിയുടെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നവയാണ്. The Marine damsel settled in this city, the mother sea rocked with her waves the ships that carry gems from across the isles and made them reach Calicut. കോകില സന്ദേശം അല്ലേ. എന്താണ്? കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസം ഉറപ്പിച്ചത് കൊണ്ടാണ് അത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളാകെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി തട്ടി കോഴിക്കോട്ട് എത്തിച്ചിരുന്നത്. എന്താ? കോകില സന്ദേശമാണ്. എന്താ പറയുന്നത്? കടൽ മകളായ മദർ സീ റോക്ക്ഡ് വിത്ത് ഹെർ വേസ് ദ ഷിപ്സ് ദാറ്റ് ക്യാരി ജെംസ് ഫ്രം അക്രോസ് ദ ഐസസ് ആൻഡ് മെയ്ഡ് ദം റിച്ച് കാലിക്കറ്റ്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസം ഉറപ്പിച്ചത് കൊണ്ടാണ് അത്ര കടലമ്മ ഈ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി കോഴിക്കോട് എത്തിച്ചിരുന്നതാണ് കോകില സന്ദേശം. അപ്പോൾ എന്താണ്? റീഡ് ദ ഐഡിയ ഓഫ് എ ശ്ലോക അബൌട്ട് കോഴിക്കോട് ഇൻ ദ സാൻസ്ക്രിറ്റ് പോയം കോകില സന്ദേശം റിട്ടൺ ബൈ ഉദ്ദാന്ത ശാസ്ത്രി ഇൻ ദ 15th century. 15ാം നൂറ്റാണ്ടിൽ ഉദ്ദാന്ത ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിന്റെ ആശയം വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക് സംഘം ലിറ്ററേച്ചർ എന്താണ്? സംഘം ലിറ്ററേച്ചർ ഇൻ തമിഴ് ത്രോസ് ലൈറ്റ് ഓൺ ദ ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് കേരള. പത്തു എന്താണ്? പിന്നെന്താ അവിടെ പറയുന്നത് നോക്കിയാൽ എന്താണ്? 10 പുറ 400 അക 400 പിന്നെന്താ കുറുന്തോ കെയ് പിന്നെ നെറ്റിനെ തുടങ്ങിയ എന്താണ് നെറ്റിനെ എക്സെട്ര ആർ മേജർ ലിറ്റററി വർക്ക്സ് ബിലോങ്ങിങ് ടു ദ സംഘം പീരീഡ്. എന്താണ് പറയുന്നത്? കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളിൽ തമിഴിൽ രചിക്കപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ 10 പുറ 400 അക 400 കുറുന്തോകൈ പിന്നെന്താ നെറ്റിനെ തുടങ്ങിയൊക്കെ എന്താ പ്രധാന എന്താണ് സംഘം ലിറ്റററി വർക്ക്സുകൾ അല്ലെ, മേജർ ലിറ്റററി വർക്ക്സുകളാണ് ഇതൊക്കെ അല്ലേ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്? Like this, several literary pieces written in different languages during various periods in history are available. These works help us to understand the history of the period in which they were written. For example, Manipravala literary works written during the 12th century and the 15th century provide us information on the Naduvai system and culture of those times. The Vadakkan Pattugal, northern ballads of Malabar throw light on the lives of common people of the medieval period. Indulega, written by Chandu Menon in the 19th century, help us understand the social history of Malabar. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം ലിറ്റററി വർക്ക്സ് നമുക്ക് ലഭ്യമാണ്. ഈ വർക്ക്സുകളൊക്കെ രചിക്കപ്പെട്ട ഈ ലിറ്ററികളൊക്കെ രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം എന്താണ് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഉദാഹരണത്തിന് എന്താണ് ഈ 12th 15th സെഞ്ചുറിയിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കൃതത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നുണ്ട്. അതുപോലെ എന്താ മലബാറിൽ നിന്നുള്ള വടക്കം പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. അതുപോലെ 19th സെഞ്ചുറിയിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഓരോ കൃതികളും എന്താണ് നമ്മൾ അന്നുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നതാണ് അല്ലെ. ഇനി എന്താണ് ട്രാവലോഗ്സ് അല്ലെ. അപ്പം travelogue ആണ് കേട്ടോ. Merchant ships is different parts of the world came here with the precious goods and sold them easily. The security measures of the city and maintenance of law are being conducted effectively. Therefore, traders from foreign countries have no fear. The entire responsibility of the market is vested with the king. 1/14 of good brought to the market should be paid as tax. No misappropriation will be done to the goods. If a merchant is dead or a ship capsizes,
near the shore. With the goods floating around, pepper is the important export items from here. The people here are good at maritime business. From the travelogue by Persian traveler Abdur Razak. എന്താ ഇവിടെ പറയുന്നത്? സഞ്ചാരക്കുറിപ്പാണ് അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്? ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന് എന്താണ് ഈ കച്ചവടത്തിനായുള്ള കപ്പലുകൾ എന്താണ് ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് എന്താണ് വിദേശങ്ങളിൽ നിന്ന് ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് എന്താണ് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം എന്താണ് രാജാവിനാണ്. ഈ കമ്പോളത്തിൽ എത്തിക്കുന്ന ചരക്കുകളെ 40% ഭാഗം എന്താണ് ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ എന്താണ് ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്ന ഏതാണ്? കുരുമുളകാണ്. ഇവിടുത്തുകാർ എന്താണ് സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ് അല്ലെ. ഇത് ആരാ? പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് എഴുതിയതാണ്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കൂ. മെർച്ചന്റ് ഷിപ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കെയിം ഹിയർ വിത്ത് എ പ്രീഷ്യസ് ഗുഡ്സ് ആൻഡ് സോൾഡ് ദം ഈസിലി അല്ലെ. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്യുകയാണ് അല്ലെ. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തി വരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല ഇവിടെ അല്ലെ. ഈ കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം ആരാക്ക? രാജാവിനാണ് അല്ലെ. ഈ കമ്പോളത്തിലേക്ക് എത്തിക്കുന്ന ചരക്കുകളുടെ 40% ഭാഗം എന്താ ടാക്സ് ആയി കൊടുക്കണം അല്ലെ. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ എന്താണ് ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു എന്താണ് ഈ കൃത്രിമവും അവിടെ ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്ന ഏതാണ്? പെപ്പറാണ് അല്ലെ. പെപ്പറാണ് ഈ കുരുമുളക് അല്ലെ. ഇവിടുത്തുകാരെന്താണ് സമുദ്ര വ്യാപാരത്തിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള സമർത്ഥരാണ് അല്ലെ. ഗുഡ് അറ്റ് മെറിറ്റൈം ബിസിനസ്. ഓക്കെ, haven't you read the travelogue given above? ധാരാ എഴുതിയിരിക്കുന്നത് അബ്ദുൾ റസാഖ് എഴുതിയ ട്രാവലർ ആയ പേർഷ്യൻ ട്രാവലറായ അബ്ദുൾ റസാഖ് എഴുതിയ അല്ലെ. അപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ട്രാവലോഗ് വായിച്ചല്ലോ. This is a description about Kozhikode port by Abdul Razak, a Persian traveler who came to Kozhikode in the 15th century. What can you find out from this description? അപ്പൊ 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ട് വന്ന പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് കോഴിക്കോട് തുറമുഖത്തെ കുറിച്ച് പറയുന്ന ഒരു വിവരണമാണ് ഇതിലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിവരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത്? ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? അന്ന് ഒരുപാട് സാധനങ്ങൾ എന്താണ് വേൾഡിന്റെ പല പാർട്സിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ല. പ്രീഷ്യസ് ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ അല്ലെ. അതൊക്കെ എന്താണ് ഇങ്ങോട്ട് വിറ്റയച്ചിരുന്നു. അതുപോലെ ഇവിടെ കിങ്ങിന് അല്ലെ, കിങ് ആയിരുന്നു അതിൻ്റെ ഒക്കെ മെയിൻ ആള് അല്ലെ. പിന്നെന്താണ് ഇവിടെ ടാക്സ് ആയിട്ട് 1/14 ഓഫ് ദ ഗുഡ്സ് എന്താണ് അവിടെ കൊടുത്തിരിക്കണം അല്ലെ. പിന്നെന്താണ് ഇവിടെ അവിടെ എവിടെയെങ്കിലും ഒരു മെർച്ചന്റ് മരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു കപ്പല് അവിടുന്ന് പൊളിയുകയോ ചെയ്താൽ എന്താണ് എന്ത് ചെയ്യുക അവര്? ഒക്കെ രാജാവിനാണ് അതിന്റെ ഉത്തരവാദിത്തം അല്ലെ. പിന്നെന്താണ് പെപ്പർ ആയിരുന്നു എന്ത് ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഐറ്റംസ്. ഇതൊക്കെയാണ് എന്ത് ഈ ട്രാവലോഗ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെ. ഓക്കെ, ട്രാവലോഗ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി. ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, events and culture. This throws light on the history, geography, economic structure and social life of a region. എന്താ ഇവിടെ പറയുന്നത് മക്കളെ? എന്താ ഇവിടെ പറയാ? പ്രാദേശിക ചരിത്ര രചനയിൽ എന്താണ് സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഈ ട്രാവലോഗ് എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ എന്താണ് ഈ ട്രാവലോഗ്സിന് കഴിയുന്നു. ഒരു പ്രദേശത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്കൊക്കെ എന്താണ് ഇവ വെളിച്ചം വീശുന്നുണ്ട് അല്ലെ. ദെൻ നോക്കൂ, സം ഫോറിൻ ട്രാവലേഴ്സ് ഹു മെൻഷൻ അബൌട്ട് കേരള. കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിനോദസഞ്ചാരികളാണ് അല്ലെ. സഞ്ചാരി ട്രാവലർ റീജിയൻ നോക്കൂ. ആരത്? മെഗസ്തനീസ് അല്ലെ, ഗ്രീസിലുള്ള. അതുപോലെ സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യയിലുള്ള. മാർക്കോ പോളോ വെനീസിലുള്ളത്. പിന്നെ ആരാണ് അടുത്ത് നോക്കൂ? ഇബ്നു ബത്തൂത്ത മൊറോക്കോ. പിന്നെ നിക്കോളോ കോണ്ടി വെനീസ് അല്ലെ. പിന്നെ മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ അല്ലെ. ഇതാണ് മാർക്കോ പോളോ, ഇബിൻ ബത്തൂത്ത അതാണ് അല്ലെ. ഇവരൊക്കെ ആരാണ്? കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളായിരുന്നില്ല അവരൊക്കെ അല്ലെ. ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ്. ഇനി എന്താണ്? ആത്മകഥകളും ജീവചരിത്രങ്ങളും അല്ലെ. മോസ്റ്റ് ഓട്ടോബയോഗ്രഫി
and biographies are literary sources that could be used for writing of history. എന്താണ് ഈ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന ലിറ്റററി സോഴ്സുകളാണ് മിക്ക ഓട്ടോബയോഗ്രഫീസും അതുപോലെ ബയോഗ്രഫീസും അല്ലെ, ആത്മകഥകളും അതുപോലെ എന്താണ് ജീവചരിത്രങ്ങളും. അവിടെ പറഞ്ഞു നോക്കൂ, ഓട്ടോബയോഗ്രഫി ഓഫ് തകഴിന്റെ ആത്മകഥയാണ് അല്ലെ. ഇറ്റ് വാസ് when I went to the Ambalappuzha school that I wore a shirt for the first time. 2 shirts were stitched with Kembiri cloth. The practice of ironing clothes was not there in our locality. The dhoti was washed by dipping in starch and indigo. Later it will be brought to shape by folding it and hitting with a wooden rod. It seems I wore an ironed shirt for the first time when I joined Law College in Thiruvananthapuram. Soap was a rare thing in those days in Thagari. We used to launder dhoti using the ash of the midrib of coconut fronds which were burned and stained. ഇതൊക്കെ ഇപ്പം നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെടും അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. ഞാൻ തകഴി പറയുകയാണ് അല്ലേ. ഞാൻ ആദ്യമായി എന്താണ് ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ് അല്ലേ. കോമ്പിരിത്തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. അന്ന് അയൺ ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ തേച്ച് നല്ല സ്ഥിതിയൊക്കെ ഇട്ട് പോകുന്നില്ല, അന്നൊന്നും ആ നാട്ടിൽ അന്നില്ല അല്ലെ. നല്ല കഞ്ഞിപ്പശയും നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുടക്കും. പിന്നീട് എന്താണ് ഉരുളൻ തടി കൊണ്ട് എന്താണ് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് എന്താണ് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണെന്ത് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. അപ്പൊ അന്ന് സോപ്പൊന്നും ഇല്ല അല്ലെ. അന്ന് എന്താണ് ആഷിലെ ഈ ചാരം എന്താണ് തെങ്ങിൻ മടലിൽ കത്തിച്ച ചാരം എന്താണ് തെളിയൂറ്റിയിട്ട് എടുത്ത് അതിലാണെന്ത് മുണ്ട് വെളുപ്പിച്ചിരുന്നത് എന്നാണ് തകഴി പറയുന്നത് അല്ലെ. എന്നൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ആലോചിക്കാൻ കൂടി കഴിയാ അല്ലെ. Autobiographies and biographies like the one given above provide information on different aspects of life in a region or a period. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എഴുതിയിട്ടാണെന്ത് കഴിഞ്ഞ കാലത്തുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലേ. അല്ലാതെ നമുക്കറിയോ ഇല്ല അല്ലേ. ഇനി വരും തലമുറകൾക്കും നമ്മളെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്താണ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം അല്ലേ, ഈ കാലഘട്ടത്തെ കുറിച്ചൊക്കെ അല്ലേ. തകഴിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ നമ്മളും എന്താക്കണം ഇതേപോലെ ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ എന്താക്കണം എഴുതണം. ഓക്കെ. അപ്പൊ മുകളിൽ നൽകിയിരിക്കുന്നത് പോലെയുള്ള ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിന്റെ കാലത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവയാണ് അല്ലെ. ഈ ന്യൂസ് പേപ്പർ എന്താണ് ന്യൂസ് പേപ്പർ നോക്കാം നമുക്ക്. വർത്തമാന പത്രങ്ങൾ അല്ലേ. We depend on newspaper, visual media and social media to know the day-to-day events. These newspapers would eventually become the main means for understanding history. Newspapers of the period are the main source used by the students of history to understand the history of foreign rule in India. Newspapers also help us to know about all aspects of political, social and economic history of Kerala. എന്താണ് ഡേ ടു ഡേ ലൈഫിൽ ഇവന്റ്സ് അല്ലെ. ഡേ ടു ഡേ ഇവന്റ്സ് അതായത് ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് എന്താണ് പത്രങ്ങൾ, അതുപോലെ എന്താണ് വിഷ്വൽ മീഡിയ അതായത് TV അങ്ങനത്തെ ഒക്കെ അല്ലെ, മൊബൈൽ അങ്ങനത്തെ ഒക്കെ അല്ലെ, ദൃശ്യമാധ്യമങ്ങൾ, പിന്നെ അതുപോലെ എന്താണ് സോഷ്യൽ മീഡിയ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത് അല്ലെ. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ എന്താണ് നമ്മളെ ഹിസ്റ്ററി സ്റ്റുഡൻസ് ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സോഴ്സ് എന്താണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങളായിരുന്നു അല്ലെ, ന്യൂസ് പേപ്പർ ആയിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് അറിയാൻ എന്താണ് ഈ ന്യൂസ് പേപ്പർ സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ടുവാർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്താണ് ടുവാർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രാദേശിക ചിത്രരചനയിലേക്ക് അല്ലെ. നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിലെ 12th ചാപ്റ്റർ ആയ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഏതാണ് ടുവാർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. എന്താ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അല്ലെ, ടുവാർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പ്രാദേശിക ചരിത്ര രചനയിലേക്ക് അല്ലെ. അപ്പൊ നോക്കാം. ലോക്കൽ ഹിസ്റ്ററി is the study of the past events in a specific geographically small area. The historical resources that we got familiarized with till now are significantly helpful for writing mainstream history. Let us familiarize with certain sources that help us in the writing of local history.
അപ്പൊ എന്താണ്, ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്ത് ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മളിപ്പോ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുക, ആ പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, പഠനമാണെന്ത് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ്, നാം ഇതുവരെ പരിചയപ്പെട്ട ഈ ഹിസ്റ്ററി സോഴ്സുകളിൽ പ്രധാനമായി എന്താണ് മുഖ്യധാര ഏതാണ്, ലോക്കൽ മുഖ്യധാര ചരിത്ര രചനയ്ക്കാണെന്ത് സഹായകമാകുന്നത് അല്ലെ. എന്താണ് റൈറ്റിംഗ് മെയിൻ സ്ട്രീം ഹിസ്റ്റോറിക്കൽ റിസോഴ്സ് എവിടുന്ന് എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ് അല്ലെ. ഞാൻ ഇതുവരെ പരിചയപ്പെട്ട ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ് പ്രധാനമായും എന്താണ് ഏതിനാണ്, ഈ റൈറ്റിംഗ് മെയിൻ സ്ട്രീം ഹിസ്റ്ററിയിലേക്കാണെന്ത് സഹായകമാകുന്നത് അല്ലെ. അപ്പോൾ ഈ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി നമ്മെ സഹായിക്കുന്ന മറ്റു ചില സോഴ്സുകൾ ഇനി നമുക്ക് പരിചയപ്പെടാം. എന്താണ്, നമുക്ക് റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി സഹായിക്കുന്ന മറ്റ് ചില സോഴ്സുകൾ എന്താ നമുക്ക് നോക്കാം. സോഴ്സസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്താണ്, ഈ ലോക്കൽ ഹിസ്റ്ററിന്റെ സോഴ്സസ്. ഓക്കെ, ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി അല്ലെ, എന്താണ് ആ ലൊക്കാലിറ്റീനെ ഒന്ന് നിരീക്ഷിക്കുക അല്ലെ. പിന്നെ എന്താണ് മെമ്മറീസ്, ഓറൽ ട്രഡീഷൻ അല്ലെ, ഓർമ്മകൾ, വാമൊഴിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. വാമൊഴി അറിയാം എന്താ, പണ്ടുള്ള വയസ്സാൾക്കാരൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അല്ലെ. ഓക്കെ, പിന്നെന്താണ് പ്ലേസ് നെയിംസ്, പിന്നെന്താ സ്ഥലനാമ ചരിത്രങ്ങൾ ഉണ്ടാവും. ഫാമിലി ഹിസ്റ്ററി എന്താണ് കുടുംബ ചരിത്രം ഉണ്ടാവും. പിന്നെന്താണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, എന്താണ് ഔദ്യോഗിക രേഖകൾ ഉണ്ടാവും. മോർട്ട്ഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്, എന്താണ് പണയ രേഖകൾ, ആധാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽ സോങ്സ്, എന്താണ് ഈ ലോക്കൽ നോളജ് നാട്ടറിവുകൾ അല്ലെ. പിന്നെന്താണ് റൈറ്റ്സ് ആൻഡ് റിച്വൽസ് സോങ്സ് അല്ലെ, അനുഷ്ഠാനങ്ങളും പാട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെയാണെന്ത് നമുക്ക് ഈ ലോക്കൽ ഹിസ്റ്ററിന്റെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെയാണെന്ത് സോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ലോക്കൽ ഒബ്സർവേഷൻ എന്താന്ന് നോക്കുക. എങ്ങനെയാണ് ലോക്കൽ ഒബ്സർവേഷൻ നടത്തുക? ലോക്കൽ ഹിസ്റ്ററി ഇസ് എ മൈന്യൂട്ട് സ്റ്റഡി ഓഫ് എ ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ എൻ ഇവന്റ്. Observing the locality helps us to know the minute details of that region. It is essential to conduct a local visit and observation to understand the diversities of area where a local community exists, its geographical features, directions, flora and fauna, watersheds and agricultural practices. എന്താ ഇവിടെ പറയുന്നത്? നമുക്ക് ലോക്കൽ ഹിസ്റ്ററി അല്ലെ, അതിന്റെ ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റഡിയാണ് അല്ലെ. എന്താണ് നമ്മൾ ഈ ലോക്കൽ ഹിസ്റ്ററിന്റെ ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ ഒരു സൂക്ഷ്മ പഠനമാണ്. ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മ വശങ്ങൾ തിരിച്ചറിയാൻ അവിടുത്തെ ലോക്കൽ ഒബ്സർവേഷൻ എന്താണ് നമ്മെ സഹായിക്കുകയാണ് അല്ലെ. ഒരു പ്രദേശം അല്ലെ, സമൂഹം എന്താണ്, ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ആ ഭൂപ്രദേശവും അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും അതുപോലെ ഡയറക്ഷന്, പിന്നെന്താണ് ഫ്ലോറ ആൻഡ് ഫോന അല്ലെ, സസ്യജന്തുജാലങ്ങള്, പിന്നെന്താ തണ്ണീർത്തടങ്ങൾ, വാട്ടർഷെഡ്സ്, പിന്നെന്താണ് അവിടുത്തെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, കൃഷി രീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ എന്താണ് നമ്മുടെ ഈ ലോക്കൽ ഒബ്സർവേഷൻ നടത്തേണ്ടത് എന്താണ് അത്യാവശ്യമാണ് അല്ലെ. വാട്ട് അതർ ഇൻഫോർമേഷൻ ക്യാൻ വി ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ? എന്താണ് ഈ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്താണ് ലോക്കൽ ഹിസ്റ്ററിക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഫുഡ്, ക്ലോത്തിങ് അല്ലെ, ഫുഡ് ഭക്ഷണം അല്ലെ, ആഹാരം, വസ്ത്രം, ഷെൽട്ടർ, പാർപ്പിടം, ഹെൽത്ത്, ആരോഗ്യം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ലാംഗ്വേജ്, ലിറ്ററേച്ചർ ഭാഷ, സാഹിത്യം, ആർട്ട്, എന്റർടൈൻമെന്റ് വിനോദം, പിന്നെന്താ ട്രാവൽ സഞ്ചാരം, കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം അല്ലെ. ഇതൊക്കെയാണ് എന്ത് ലോക്കൽ ഹിസ്റ്ററി ലോക്കൽ ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ അല്ലെ എന്താണ് റൈറ്റിംഗ് ഹിസ്റ്ററിക്ക് ആവശ്യമായ വിവരങ്ങൾ നമുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒബ്സർവ് ദ ലൊക്കാലിറ്റി വേർ യു ലീവ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിരീക്ഷണം നടത്തി ചുവടെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ഓഫ് ദ ലൊക്കാലിറ്റി, നമ്മുടെ പ്രദേശത്തിന്റെ പേര്. ഇപ്പൊ എന്റെ എന്താണെങ്കിൽ ഞാൻ കാരശ്ശേരി എന്ന് എഴുതും. ഓക്കെ, ദെൻ വില്ലേജ്, ഏതാ വില്ലേജ് എന്നുള്ളത് എഴുതുക. എൻ്റെത് കക്കാട് വില്ലേജ് എന്ന് പറയും. താലൂക്ക് ഏത് താലൂക്കാന്ന് എഴുതുക. ഈ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്റ്റാ? കോഴിക്കോട് അല്ലെ. പിന്നെന്താ വരുന്നത്? ടൈപ്സ് ഓഫ് സോയിൽ, ഇവിടുത്തെ മണ്ണിനങ്ങൾ എങ്ങനത്താണ്, ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, അതുപോലെ സസ്യജാലങ്ങൾ, ടൈപ്സ് ഓഫ് ആനിമൽസ്, അവിടെ എന്തൊക്കെ ടൈപ്സ് ആനിമൽസ് ഉണ്ട്, അഗ്രികൾച്ചറൽ ക്രോപ്സ്, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ,
എന്താണ് എന്തൊക്കെയാണ് അവിടെ കൃഷി ഇനങ്ങൾ ഉള്ളത്, അതുപോലെ കൃഷി രീതികൾ എങ്ങനെയാണ്, ഒക്യുപ്പേഷൻ തൊഴിൽ എങ്ങനെയാണ്, വാട്ടർ സോഴ്സസ് വെള്ളം എവിടുന്ന് കിട്ടുന്നു, അതുപോലെ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അതെന്തൊക്കെയാണ്, പിന്നെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആരാധനാലയങ്ങൾ, പിന്നെന്താണ് ഫെസ്റ്റിവൽസ്, പിന്നെന്താ ഉത്സവങ്ങൾ, ഫുഡ് കൾച്ചർ ആഹാര രീതികൾ, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് വസ്ത്രധാരണ രീതി, പിന്നെന്താണ് വസ്ത്രധാരണ അല്ലേ, പിന്നെ എൻ്റർടൈൻമെൻറ്റ്സ് വിനോദങ്ങൾ, പിന്നെ ലിറ്റററി വർക്ക്സ് ആർട്ട് ഫോംസ് സാഹിത്യകൃതികളും കലകളൊക്കെ അല്ലേ അതൊക്കെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ ദെൻ ഇനി നോക്കും മെമ്മറീസ് എന്താന്ന് നോക്കാം അല്ലേ, ഓറൽ ഹിസ്റ്ററി. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, സോഴ്സസ് ഓഫ് ലോക്കൽ ഹിസ്റ്ററിൻ്റെ സോഴ്സസ് ഫോർ ലോക്കൽ ഹിസ്റ്ററിൻ്റെ ഒബ്സർവേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി മെമ്മറീസ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ മെമ്മറീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ മെമ്മറീസ് ഓറൽ ഹിസ്റ്ററി എന്താന്ന് നോക്കാം അല്ലേ, വാമൊഴി അല്ലെ, ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴി. ഓറൽ ഹിസ്റ്ററി ഈസ് ദ മെമ്മറീസ് കളക്റ്റഡ് ഫ്രം എ ജനറേഷൻ ദാറ്റ് ഹാസ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ് കളക്ടിംഗ് ദ മെമ്മറീസ് ഓഫ് ദ എൽഡേഴ്സ് ഓഫ് ദ പ്ലേസ് chosen for writing local history is very important. It is essential to have oral descriptions to collect information on institutions, transport facilities, style of dressing and food culture of a locality. To write the history of that place, the memories of different persons on these matters will help in reconstructing history. This memorial help us to analyze the practices that existed in the society and the changes that were affected in due course. It is essential to verify the oral information collected with other sources to ensure credibility. എന്താണ് പറയുന്നത് ഈ മെമ്മറീസ് അല്ലെങ്കിൽ എന്താണ് ഓറൽ ഹിസ്റ്ററി വാമൊഴി എന്നൊക്കെ പറയുന്ന ഓർമ്മകൾ എന്താ, നമുക്ക് നേരെ അനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് എന്ത് വാമൊഴി ചരിത്രങ്ങൾ അല്ലേ. അതായത് ഈ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, ഓർമ്മ ഉള്ള ആൾക്കാർ അതായത് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നേരനുഭവങ്ങൾ ഉള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ വാക്കുകളാണ് എന്ത് ഇവിടെ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഈ അവിടുത്തെ പ്രാദേശിക റൈറ്റിംഗ് ഹിസ്റ്ററി നടത്താൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. അതായത് അവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ ഓർമ്മകൾ ശേഖരിക്കുക, അവരോട് ചോദിച്ചു നോക്കുക ഇവിടെ എന്തൊക്കെ നടന്നിരുന്നു, അവർക്ക് ഓർമ്മകൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു തരും അല്ലേ. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, പിന്നെ അതുപോലെ ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, അതുപോലെ രുചിശീലങ്ങൾ തുടങ്ങിയ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ എന്താണ് ഈ റൈറ്റിംഗ് ഹിസ്റ്ററിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും എന്താണ് ശേഖരിക്കാൻ എന്താണ് നമുക്ക് ഓറൽ ഹിസ്റ്ററി കൊണ്ട് വിവരങ്ങൾ അനിവാര്യമാണ് അല്ലെ. വാമൊഴി വിവരണങ്ങൾ എന്താണ് അനിവാര്യമാണ്. ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കും. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. ഓറൽ ഹിസ്റ്ററി സോഴ്സസിനെ മറ്റ് സോഴ്സസിനോടൊപ്പം എന്താണ് ചേർത്ത് വെച്ച് പരിശോധിച്ച് എന്താണ് നമുക്ക് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് എന്താണ് അനിവാര്യമാണല്ലോ. അതൊക്കെ സത്യമാണോ എന്നുള്ളതൊന്നും കൂടി എന്താക്കണം നമുക്ക് വേറെ ആൾക്കാരോട് ആയിട്ട് അന്വേഷിക്കുക. ഒരാളോട് മാത്രമല്ല അല്ലേ, ആ തലമുറയിൽപ്പെട്ട വേറെ ആൾക്കാരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക. അപ്പം എന്താണ് എന്നിട്ട് കമ്പയർ ചെയ്യുക സത്യമാണോ ഇല്ല എന്നുള്ളത് നമുക്ക് എന്താണ് അത് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തണം. ഓക്കെ എന്നിട്ട് നമ്മൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് റൈറ്റിംഗ് ഹിസ്റ്ററി എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ. Prepare the table on regional data after consulting the elders in your family or locality. നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ പ്രദേശത്തെ മുതിർന്നവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രാദേശിക വിവര പട്ടിക തയ്യാറാക്കുക. നോക്കൂ ഇവിടെ ഓൾഡുള്ള നിങ്ങളുടെ വീട്ടിലെയോ പ്രദേശത്തെയോ മുതിർന്നവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രാദേശിക വിവര പട്ടിക തയ്യാറാക്കുക. ദേശത്തിന്റെ പേര്, ആദ്യത്തെ പേരെന്തായിരുന്നു, അതുപോലെ ഇപ്പോഴത്തെ പേരെന്താ, ഓൾഡും ന്യൂ അതാ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനും പഴയ പേരെന്താണ്, പുതിയത് എന്താണ്. അതുപോലെ ഒക്യുപ്പേഷൻ, അഗ്രികൾച്ചർ, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, ഫുഡ് കൾച്ചർ, പിന്നെന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, പഴയത് എന്തായിരുന്നു പുതിയത് എന്തായിരുന്നു ഒക്കെ എഴുതാൻ ഓക്കെ. അപ്പോൾ അവരോട് ചോദിച്ചെഴുതുക. ദെൻ പ്ലേസ് നെയിംസ്. ഇനി എന്താണ് സ്ഥലനാമ ചരിത്രമാണ് അല്ലേ. നമുക്ക് എന്താണ് ഓരോ സ്ഥലത്തിന് ഓരോ പേരുകളുണ്ട് അല്ലേ. അപ്പൊ ആ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പൊ പ്ലേസ് നെയിം എങ്ങനെ നോക്കാം. ഹൗ ഡിഡ് യുവർ ലൊക്കാലിറ്റി ഗെറ്റ് ഇറ്റ്സ് നെയിം. നിങ്ങളുടെ നാടിന്റെ പേര് എങ്ങനെ രൂപപ്പെട്ടതാണ്. ഹൗ ഡിഡ് കോഴിക്കോട് ഗെറ്റ് ഇറ്റ്സ് നെയിം. ദ ഓൾഡ് നെയിം വാസ് Koilkota, which was a combination of two names, Koil and Kota. Koil means palace. The name Koilkota means
a palace protected with a fort. Historians say that this was later changed to Kozhikode. Look at the names of places like Thrissur, Kannur, Talasheri and Tangasheri. We can find names of places ending with the UR or Cherry across Kerala. Geographical features also play a major role in the formation of names of places. അപ്പോൾ എങ്ങനെയാണ് കോഴിക്കോട് എന്നുള്ള പേര് വന്നത്? ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. കോഴിക്കോടിന് ആ പേര് എങ്ങനെ കിട്ടി? കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരം അല്ലെ എന്നും കോട്ട എന്നുള്ള 2 പദങ്ങൾ ചേർന്നാണ് എന്ത് കോയിൽക്കോട്ട എന്നായിരുന്നു അല്ലെ. എന്താണ് കോയിൽ എന്നും കോട്ട എന്നും ഉള്ള 2 പദങ്ങൾ ചേർന്ന കോയിൽക്കോട്ട എന്നായിരുന്നു പഴയ പേര് കോഴിക്കോടിന്റെ. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച് കൊട്ടാരം എന്നാണ് കോയിൽക്കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? കൊട്ടാരം കൊണ്ട് കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം അല്ലെ. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നായിരുന്നു കോയിൽക്കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. ഇത് പിന്നീട് എന്തായി കോഴിക്കോട് എന്നായി മാറിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു അല്ലെ. തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ ശ്രദ്ധിക്കൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട് അല്ലെ. തൃശ്ശൂർ, ഊർ അല്ലെ, കണ്ണൂർ, ഊർ കണ്ടോ. അതുപോലെ തലശ്ശേരി, ചേരി അല്ലെ, തങ്കശ്ശേരി, ചേരി അല്ലെ, അങ്ങനെ അവസാനിക്കുന്ന ഒരുപാട് പേരുകൾ എന്താണ് സ്ഥലനാമങ്ങൾ ഉണ്ട് അല്ലെ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് അല്ലെ. ജോഗ്രഫിക്കൽ ഫീച്ചർ എന്താണ്? ഈ പ്ലേസസിന്റെ പേരിന് ഫോർമേഷൻ കൊടുക്കാനുള്ള മേജർ റോൾ ആയിട്ട് ഉണ്ട് അല്ലെ. ഓക്കെ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതായത് എന്താണ് ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ പ്രത്യേകതകളും എന്താണ് ഈ നെയിം ഓഫ് പ്ലേസസിന് രൂപീകരണത്തിൽ എന്താണ് സ്വാധീനം ചെലുത്താറുണ്ട് അല്ലെ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാടിന് ആ പേര് വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഫാമിലി ഹിസ്റ്ററി എടുത്ത് കുടുംബ ചരിത്രമാണ് അല്ലെ. ദ ഹിസ്റ്ററി ഓഫ് ഫാമിലീസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ലിറ്റററി സോഴ്സ് ഇൻ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലോക്കൽ ഹിസ്റ്റോറിയൻ ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ ദ ഇന്റർവെൻഷൻസ് ഓർ കോൺട്രിബ്യൂഷൻസ് made by individuals to the growth and progress of a village or a region after ensuring the credibility of the information. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സോഴ്സ് ആണ് ഇത് അല്ലെ. എന്താണ്? ഹിസ്റ്ററി ഓഫ് ഫാമിലി ഈസ് എൻ ഇമ്പോർട്ടന്റ് ലിറ്റററി സോഴ്സ് ഇൻ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. കുടുംബങ്ങളുടെ ചരിത്രവും അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു എന്താണ് ഒരു സാഹിത്യ സ്രോതസ്സാണ് അല്ലെ, ലിറ്റററി സോഴ്സ് ആണ്. ഒരു ഗ്രാമത്തിന്റെയോ പ്രദേശത്തിന്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നതാണ് എന്ത് പ്രാദേശിക ചരിത്ര അന്വേഷകന്റെ കടമയാണ് അല്ലെ. ഓക്കെ, ദെൻ അവിടുത്തെ പ്രാദേശിക ചരിത്രകാരന്റെ കടമ എന്താണ്? അവിടുത്തെ ഗ്രാമത്തിന്റെ പ്രദേശത്തിന്റെ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും എന്താണ് വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് എന്താണ് ഒരു ലോക്കൽ റൈറ്റിംഗ് ഹിസ്റ്ററിയുടെ ആളെ കടമയാണ് അല്ലെ. ഓക്കെ, അപ്പം റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലോക്കൽ ഹിസ്റ്റോറിയന്റെ ഒരു കടമയാണ് എന്ത് ഇൻഫോർമേഷൻ ഇന്റർവെൻഷൻ ഓഫ് ഓർ contributions made by individuals to growth and progress of a village or a region after ensuring the credibility of the information. Okay, then അടുത്തത് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. എന്താണ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്? ഔദ്യോഗിക രേഖകളിൽ ഉണ്ടാവില്ല. ഒബ്സർവ് ദ ഡിസ്ക്രിപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ വിവരണം നോക്കിയേ. ദ സാൾട്ട് ലോ ബ്രീച്ച്ഡ്. ഉപ്പ് നിയമം ലംഘിച്ചു. The salt law introduced by the British was breached under the leadership of a large multitude of people on 17th May 1930 on the Calicut beach. The Gujaratis of Calicut actively involved in this. The Satyagraha volunteers from Travancore also joined. The protesters staged a procession calling out anti-British slogans after distilling seawater and making salt. They even kept with them the materials needed for making salt. The police encountered the volunteers brutally who participated in the salt satyagraha organized on the beach. P. Krishna Pillai and Abdul Rahman Sahib made legendary defense to protect the freedom struggle flag from the police. HFM file number 203, Tamil Nadu State Archives, IGNOU.
ഇഗ്മോർ അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഉപ്പ് നിയമം ലംഘിച്ചു എന്നുള്ളതിന്റെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് ഇവിടെ എന്താക്കിയിരിക്കുന്നത്. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി. ജാഥ നടത്തി ഉപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുറഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണിത് നടത്തിയത്. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ വന്നതാണ് അല്ലെ. എന്താണ് 1930 എന്ത് മെയ് 17 ഇവൻ ജനാവലിയുടെ നേതൃത്വത്തിൽ എന്താണ് 27 സ്ഥലങ്ങളിലായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് എന്താണ് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചത്. ഇങ്ങനെ പിന്നെ കോഴിക്കോട് ഗുജറാത്തി നിവാസികൾ എന്താ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു അല്ലെ. അതുപോലെ തിരുവിതാംകൂറിൽ നിന്ന് വന്ന സത്യാഗ്രഹ വളണ്ടിയേഴ്സും എന്താണ് കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി എന്താണ് നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി അല്ലെ. ഉപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവരുടെ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് എന്താക്കി ക്രൂരമായി നേരിട്ട് അല്ലെ. സ്വതന്ത്ര സമര പതാക പോലീസിൽ നിന്ന് സംരക്ഷിക്കാൻ എന്താണ് പി കൃഷ്ണപിള്ളയും അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ എന്താണ് ഭയങ്കരമായിട്ട് പ്രതിരോധിച്ചു. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. This document kept in the Tamil Nadu archives throws light on the freedom struggles of Kerala. What are the details mentioned in this document? അപ്പൊ തമിഴ്നാട് ആർച്ചീവ്സ് സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിന്റെ സ്വതന്ത്ര സമരത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രേഖയിൽ പരാമർശിക്കുന്നത് നോക്കിയേ. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്. പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ഡോക്യുമെന്റ് താഴെ പറയുന്നതാണ് അല്ലെ. സെൻസസ് റിപ്പോർട്ട്സ്, എന്താണ് സെൻസസ് റിപ്പോർട്ട്, അതുപോലെ ഗസറ്റ് ഡോക്യുമെന്റ്സ്, പിന്നെന്താണ് കോർട്ട് ഡോക്യുമെന്റ്സ്, കോടതി ഡോക്യുമെന്റ്, സർവേ റിപ്പോർട്ട്, പിന്നെന്താണ് ടാക്സ് ഡോക്യുമെന്റ്, പിന്നെ പോലീസ് റിപ്പോർട്ട്സ്, പിന്നെന്താണ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റ് റിപ്പോർട്ട് അല്ലെ. എന്തൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് ഈ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് പ്രധാനപ്പെട്ട രേഖകൾ അല്ലെ. ഓക്കെ, it is through court documents that we can understand the details of the struggles and the rights against the British colonization. We rely on census reports to understand the population and the different sections of people of a particular geographical region. എന്താണ് ഈ ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ നടന്ന ഈ സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ കോടതി രേഖകളിലൂടെയാണ് അല്ലെ. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. എന്താ അവിടെ പറയുന്നത്? ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ നടന്ന സമരങ്ങളും അതുപോലെ എന്താണ് സ്ട്രഗിൾസും റൈറ്റ്സും ഒക്കെ അല്ലെ, കലാപങ്ങളൊക്കെ എന്താണ് വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ കോർട്ട് ഡോക്യുമെന്റ്സിലൂടെയാണ് അല്ലെ. അതുപോലെ ഒരു പ്രദേശത്തിലെ ജനസംഖ്യ അല്ലെ, പോപ്പുലേഷൻ, പിന്നെ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് എ പീപ്പിൾ ഓഫ് എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ റീജിയൻ എന്നിവ മനസ്സിലാക്കാൻ എന്താണ് നമ്മൾ സെൻസസ് ഡോക്യുമെന്റ്സ് ആണ് ആശ്രയിക്കുന്നത്. ഓക്കെ, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഓക്കെ, മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്. എന്താണ് പണയരേഖകൾ, ആധാരങ്ങൾ അല്ലെ. നോക്കൂ, ദ മോർഗേജ് of or lease documents and deeds are beneficial for writing local history. From this we get information on personal details, private properties, etc. എന്താണ് പണയരേഖകളും ആധാരങ്ങളും അതുപോലെ നമ്മൾ ഈ ലോക്കൽ റൈറ്റിംഗ് ഹിസ്റ്ററിക്ക് ഒരു മുതൽക്കൂട്ടാണ് അല്ലെ. ലോക്കൽ ഹിസ്റ്ററിക്ക് എന്താണ് ഒരു മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങളും അതുപോലെ എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസും അതിനെയൊക്കെ കുറിച്ച് എന്താണ് അറിവ് ലഭിക്കുന്നില്ലേ. പണയരേഖകളും അത് മോർഗേജ് ആൻഡ് ലീസ് ഡോക്യുമെന്റ്സ് എന്താണ് പണയരേഖകളും ആധാരങ്ങളും എന്താണ് ഈ ലോക്കൽ റൈറ്റിംഗ് ഹിസ്റ്ററിക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്നെന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസും പ്രൈവറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ എന്താണ് അറിവ് ലഭിക്കുന്നു. ഓക്കെ,
ഒബ്സർവ് ദ ഡീഡ് ഡോക്യുമെന്റ്സ് ഓർ ലീസ് ഡോക്യുമെന്റ് ഓഫ് യുവർ പ്രോപ്പർട്ടി ആൻഡ് നോട്ട് ഡൗൺ ദ ഡീറ്റെയിൽസ്. അപ്പം നിങ്ങളുടെ വസ്തുവിൻ്റെ ആധാരമോ പണയരേഖയോ നിരീക്ഷിച്ച് അതിലെ വിവരങ്ങളൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ലോക്കൽ നോളജ്, സോങ്സ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആർട്ട് ഫോംസ്. നാട്ടറിവുകൾ, പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ. ലോക്കൽ നോളജ്, സോങ്സ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ആർ ദ sources that are helpful for writing local history. Songs that refers to the trade in local markets and trading centers refer to the specialities of the area. എന്താണ് ലോക്കൽ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററിക്ക് ഏറെ സഹായകമായ സോഴ്സാണ് എന്ത് ലോക്കൽ നോളജും അതുപോലെ സോങ്സും പിന്നെ റൈറ്റ്സും റിച്വൽസും ഒക്കെ അല്ലേ. അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരത്തെക്കുറിച്ചുള്ള ഈ പാട്ടുകളും നാടിൻ്റെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കിയേ, കൂരൻ ചോഴൻ പഴവരി കുറക്കൊങ്ങണം വെണ്ണക്കണ്ണൻ മോഡൻ കാടൻ കുറുവ കൊടിയൻ പങ്കി പൊങ്കളി ചെന്നേൽ ആനക്കോടൻ കിളിയിറ കനങ്ങാരിയൻ വീരവിത്തൻ കാണാം മറ്റു പലവിധ മുടൻ നെല്ലു കല്യാണ കീർത്തെ. ഉണ്ണുനീര് സന്ദേശമാണ് അല്ലേ, അതിലുള്ളതാണ് അല്ലേ. വിച്ച് ആർ ദ റീജിയണൽ വെറൈറ്റീസ് ഓഫ് പാഡി സീഡ്സ് റെഫർ ടു ഇൻ ദീസ് റൈൻസ്. ഏതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചനകളായി വരികളിൽ ലഭിക്കുന്നത്? ഇതൊക്കെ നെൽവിത്തിനുകൾ അല്ലേ. ലോക്കൽ ഹിസ്റ്ററി ഈസ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി യൂസിങ് സോഴ്സസ് ലൈക്ക് മെമ്മറീസ്, സോങ്സ്, പ്രോവേർബ്സ്, സ്റ്റോറീസ്, ഫോക്ക് കമന്ററീസ്, notices and invitations in addition to archaeological documents and historical monuments. The overall lifestyles of the region and the day-to-day life are referred to in the local history. It is the direct reflection of the society with which each of us is connected. We can write local history using the above mentioned sources. എന്താ ഇവിടെ പറയുന്നതൊക്കെ പുരാരേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ എന്താണ് സ്മരണകൾ, പാട്ടുകൾ, പ്രോവേർബ്സ്, സ്റ്റോറീസ്, നാട്ടുവ്യാഖ്യാനങ്ങൾ, പിന്നെന്താണ് നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ, ഇവയെല്ലാം എന്താണ് സോഴ്സുകളാക്കി എഴുതുന്ന ചരിത്രമാണ് എന്ത് ലോക്കൽ ഹിസ്റ്ററി അല്ലേ. ഓക്കെ, പ്രദേശത്തിന്റെ സമഗ്ര ജീവിത ശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ എന്താണ് ഈ ലോക്കൽ ഹിസ്റ്ററിയിൽ എന്താണ് പരാമർശിക്കപ്പെടുന്നുണ്ട് അല്ലെ. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിന് നേർ ചിത്രീകരണമാണെന്ത് ഈ ലോക്കൽ ഹിസ്റ്ററി. മുകളിൽ പറഞ്ഞ ഈ സോഴ്സുകളിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് എന്താക്കാം, നമുക്ക് ഒരു ലോക്കൽ ഹിസ്റ്ററി നടത്താനാകും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്, തിങ്സ് ടു ബി നോട്ടഡ്. എന്താണ് പ്രാദേശിക ഈ ചരിത്ര രചന ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി, എന്താണ് ദ ആക്യുറേറ്റ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ്, മൗണ്ടൻ, റിവർ, വാട്ടർഷെഡ് ഓഫ് എ പ്ലേസ് ഷുഡ് ബി ദർ ഇൻ ദ ഹിസ്റ്ററി റൈറ്റിംഗ് വെൻ ഇറ്റ് ഈസ് സെലക്ടഡ് ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. എന്താണ് പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന ഈ പ്രദേശത്തിന്റെ കൃത്യമായ എന്താണ് ഒരു നാച്ചുറൽ ഫീച്ചേഴ്സ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഈ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്, അതുപോലെ എന്താണ് ഈ നാച്ചുറൽ ഫീച്ചേഴ്സ്, മൗണ്ടൈൻ, റിവർ, വാട്ടർഷെഡ് അല്ലെ, കുന്ന്, നദി, തണ്ണീർത്തടം, അതൊക്കെ എന്നിവയൊക്കെ എന്താണ് ഈ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കണം അല്ലേ. എന്താണ് പ്രാദേശിക ഈ ലോക്കൽ ഹിസ്റ്ററിക്ക് തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഈ നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്ത പ്രത്യേകതകൾ, അതായത് മൗണ്ടൈൻ, റിവർ, വാട്ടർഷെഡ് എന്നിവയൊക്കെ എന്താക്കണം ഈ ഈ ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കണം അല്ലെ, ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. എന്താ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്? എന്താ എന്തെങ്കിലും സ്മാരകങ്ങൾ അല്ലേ, ചരിത്ര സ്മാരകങ്ങൾ എന്തെങ്കിലും അല്ലേ. ദർ ഷുഡ് ബി റെഫറൻസ് ടു ദ പ്ലേസസ് ഓഫ് ഹാബിറ്റേഷൻസ്, മെഗാലിത്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ഫോർട്സ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആൻഡ് ദ ലൈക്ക്. എന്താ അവിടെ അവിടുത്തെ പ്രദേശത്തെ ഹാബിറ്റേഷൻ അല്ലേ, പ്ലേസസ് ഓഫ് ഹാബിറ്റേഷൻ ആവാസ കേന്ദ്രങ്ങൾ, പിന്നെ അതുപോലെ മെഗാലിത്സ് അല്ലേ മഹാശിലകൾ, പിന്നെന്താണ് സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് എന്താണ് ശിലാലിഖിതങ്ങൾ, ഫോർട്സ് കോട്ടകൾ, പ്ലേസസ് ഓഫ് വർഷിപ്പ് എന്താണ് ഈ ആരാധനാലയങ്ങൾ, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നിവയൊക്കെ എന്താണ് അതിലുണ്ടായിരിക്കണം അല്ലെ, എഴുത്തിലുണ്ടായിരിക്കണം. ദെൻ ഒക്യുപ്പേഷൻ ഓർ മീൻസ് ഓഫ് ലിവിങ് എന്താണ്
ഈ ഉപജീവനം അല്ലേ. There should be indications about the main crops that is cultivated in the area, handicraft, trade centers, health and medical services. അവിടുത്തെ പ്രദേശത്തെ പ്രധാന കൃഷി, അതുപോലെ എന്താണ് ഹാൻഡിക്രാഫ്റ്റ് കൈത്തൊഴിൽ, പിന്നെ അതുപോലെ എന്താണ് ട്രേഡ് സെൻറ്റേഴ്സ് അല്ലേ വാണിജ്യ കേന്ദ്രങ്ങൾ, പിന്നെന്താ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സർവീസസ് എന്നിവയൊക്കെ കുറിച്ചൊക്കെ എന്താണ് അതിനുണ്ടായിരിക്കണം അല്ലേ, സൂചനകളൊക്കെ ഉണ്ടായിരിക്കണം. എന്ത് നമ്മൾ ഇത് എഴുതുമ്പോൾ അല്ലേ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ എന്താണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് സർവൈവൽ മോഡൽസ് ആണ്. സർവൈവൽ അതിജീവന മാതൃകകൾ അല്ലേ. എന്താണ് സർവൈവൽ മോഡൽസ്? അനാലിസിസ് ഓഫ് വിത്ത്സ്റ്റാൻഡിങ് ഇഷ്യൂസ് സച്ച് ആസ് ടൊറൻഷ്യൽ റെയിൻസ്, ഡ്രൗട്ട്, എപ്പിഡമിക്സ്, എവിക്ഷൻ ആൻഡ് പോവർട്ടി ഷുഡ് ബി ഇൻക്ലൂഡഡ്. എന്താണ് അവിടെ സർവൈവൽ മോഡൽസ് അതിജീവന മാതൃക, അതായത് പേമാരി, ടൊറൻഷ്യൽ റെയിൻസ് അല്ലേ, പിന്നെന്താണ് വരൾച്ച, ഡ്രൗട്ട്, പിന്നെന്താണ് എപ്പിഡമിക്സ്, എവിക്ഷൻ പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, പിന്നെന്താണ് എവിക്ഷൻ, പോവർട്ടി, അതൊക്കെ എന്താണ് ദാരിദ്ര്യം, കുടിയിറക്കല് തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിൻ്റെ ഒരു വിശകലനം അതിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, വുമൺസ് എഡ്യൂക്കേഷൻ, ലൈബ്രറീസ് എക്സെട്ര ഓഫ് ദ ഏരിയ ഷുഡ് ബി ഡിസ്കസ്ഡ്. എന്താ അവിടെ പറയുന്നത്? പ്രദേശത്തെ വിദ്യാഭ്യാസവും അതുപോലെ വിമൺ എഡ്യൂക്കേഷനും വായനശാല, ലൈബ്രറീസും ഒക്കെ അതിനെ തുടങ്ങിയവയൊക്കെ എന്താണ് അവർ വിവരിക്കണം. നെക്സ്റ്റ് നോക്കൂ ലാൻഡ് റിലേഷൻസ്. എന്താണ് ലാൻഡ്? ഡീറ്റെയിൽസ് ഓഫ് അഗ്രികൾച്ചറൽ ടൈപ്സ്, ഫ്യൂഡൽ സിസ്റ്റംസ് ആൻഡ് ദ ഓൾഡ് സ്റ്റാറ്റിക്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. എന്താ അവിടെ പറയുന്നത്? ഈ പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, പിന്നെ ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതിവിവരണ കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെന്താണ് പാട്രിയോട്ടിസം, എന്താണ് ദേശീയബോധം അല്ലേ. There can be references to the political movements, national movement and personalities of national importance of the area. എന്താണ് ഇവിടെ പറയുന്നത്? പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, വിദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവയൊക്കെ ഇതിലുണ്ടായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്. ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ റീജിയൻ ഷുഡ് ബി ഇൻക്ലൂഡഡ്. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസും അതുപോലെ അതിൻ്റെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ബിബ്ലിയോഗ്രഫി, ബിബ്ലിയോഗ്രഫിയിലെ ഗ്രന്ഥസൂചി അല്ലേ. Bibliography is an important factor that ensures the authenticity of history writing. This is a detailed list of all sources used for writing history. The bibliography is usually given at the end of the study. എന്താ അവിടെ പറയുന്നത്? ഈ ലോക്കൽ ഹിസ്റ്ററിയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഫാക്ടറാണെന്ത്? ഈ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലേ. ചരിത്ര രചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സോഴ്സുകളുടെയും വിശദമായ ഒരു ലിസ്റ്റാണിത് അല്ലേ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റാണിത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണെന്ത് ഈ ബിബ്ലിയോഗ്രഫി ഈ നൽകുന്നത്. ഓക്കെ. അപ്പം നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്, ഒന്ന് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, ഒക്യുപ്പേഷണൽ മീൻസ് ഓഫ് ലിവിങ്, സർവൈവൽ മോഡൽസ്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലാൻഡ് റിലേഷൻ, പാട്രിയോട്ടിസം, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഡെവലപ്മെന്റ്, ബിബ്ലിയോഗ്രഫി ഇതൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ദെൻ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് സ്ട്രക്ചർ. എന്താണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്? എന്താ നോക്കാം. ഫസ്റ്റ് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം അല്ലേ, തലക്കെട്ട്. കണ്ടന്റ് ഓർ ഡിക്ലറേഷൻ ഓഫ് ദ സ്റ്റുഡൻറ്റ്. പിന്നെന്താണ് ഉള്ളടക്കം, ഈ കുട്ടിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും സാക്ഷ്യപത്രവും. പിന്നെയോ അക്നോളജ്മെന്റ്, ഇൻട്രഡക്ഷന്, എന്തൊക്കെയാണ്? നന്ദി പ്രസ്താവന, ആമുഖം, ചാപ്റ്റേഴ്സ് അല്ലെ, അധ്യായങ്ങൾ, കൺക്ലൂഷൻ, ഉപസംഹാരം, പിന്നെന്താണ് റെഫറൻസസ്, പരാമർശങ്ങൾ അല്ലേ, നെയിംസ് ഓഫ് ദോസ് ഹൂ വർ ഇന്റർവ്യൂഡ്, പ്ലേസസ് വിസിറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. എന്താണ് അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ. അപ്പൻഡിസിസ്, ഫോട്ടോ, സോങ്സ്, ക്വസ്റ്റ്യനെയർ, എന്താണ് അനുബന്ധങ്ങൾ അല്ലേ, ഫോട്ടോകളും പാട്ടുകളും ചോദ്യാവലിയും ഒക്കെ അല്ലേ. പിന്നെന്താ ബിബ്ലിയോഗ്രഫിയും. ഇതൊക്കെയാണ് എന്തുണ്ടാവേണ്ടത്? അതിൻ്റെ സ്ട്രക്ചർ അല്ലേ. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് സ്ട്രക്ചറിൻ്റെ ഇതാണ് അല്ലേ. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചർ ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ. Then next നോക്കൂ, local history writing help us in the retrieving our lost culture, finding the changes that continuously happen in life, formulating ways to future plans and sharing the future generations. A detailed information of the history of the places are the aims of writing local history. എന്താണ് പ്രാദേശിക ഈ ലോക്കൽ ഹിസ്റ്ററിൻ്റെ
സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിന് നമ്മെ സഹായിക്കുന്നുണ്ട് അല്ലേ. പ്രാദേശിക ചിത്രരചന സംസ്കാരങ്ങളുടെ വീണ്ടെടുക്കലിന് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. ലോസ്റ്റ് കൾച്ചർ അല്ലേ, നഷ്ടപ്പെട്ട കൾച്ചർ എന്താണ്, റിട്രീവ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അത് വീണ്ടെടുക്കൽ നമ്മെ സഹായിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവയൊക്കെ എന്താണ്, ഈ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് അല്ലേ. എയിം ഓഫ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി അല്ലേ. എന്തൊക്കെയാണ് എയിം ഓഫ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്, finding the changes that continuously happen in life, formulating ways for future plans and sharing the future generations a detailed information of the history of the place are the aims of writing local history. എന്താ പറയുന്നത്, ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവ എന്താണ്, പ്രാദേശിക ചരിത്രരചനയുടെ എയിമാണ് അല്ലേ. റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററിയുടെ എയിമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നമ്മളെ ചാപ്റ്ററും കഴിഞ്ഞു, ഈ ബുക്കും തീർന്നു അല്ലേ. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ ഓരോന്നും. ഓക്കെ, താങ്ക് യു.